കൊല്ലം കേരളപുരം സ്വദേശിനി വിഭഞ്ജികയുടെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കുണ്ടറ പോലീസ് കേസെടുത്തു. ഭർത്താവിൻ്റെയും സഹോദരിയുടെയും ഭർത്തൃപിതാവിൻ്റെയും പേരിലാണ് കുണ്ടറ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ഷാർജയിലാണ് ഈ സംഭവം നടന്നത്. ശ്രീധരത്തിന്റെ പേര് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് എഫ്ഐആർ പറയുന്നത്. വിഭജിക കേസുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുണ്ടറ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിഭജികയുടെ ഭർത്താവായിരുന്ന നിതീഷ്, അതുപോലെ തന്നെ നിതീഷിന്റെ സഹോദരി, അതുപോലെ തന്നെ നിതീഷിന്റെ അച്ഛൻ, ഇവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റവും അതുപോലെ തന്നെ സ്ത്രീധന പീഡന നിയമപ്രകാരവും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട SKN ചോദിച്ച ചോദ്യം, ഈ വിഭജികയുടെ മൃതദേഹം അത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ കുടുംബം ആരംഭിച്ചിട്ടുണ്ട്. സഹോദരൻ ഉടൻ തന്നെ ഈ ഷാർജയിലേക്ക് അടക്കം എത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ നിയമപരമായ തടസ്സം നിന്നിരുന്നത് അവിടെ അവധി ആയതിനാലാണ് എന്നുള്ളതാണ് ഈ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കേസിലേക്ക് വരുമ്പോൾ കുണ്ടറ പോലീസ് പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. അമ്മ ശൈലജയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറയുന്നു, വിഭജിക നേരിട്ടിട്ടുള്ളത് കഠിനമായ മർദ്ദനവും അതുപോലെ തന്നെ പീഡനവുമാണ്. നിറത്തിന്റെ പേരിൽ പോലും തന്റെ മകളെ ഈ നിതീഷും കുടുംബവും ടോർച്ചർ ചെയ്തിരുന്നു. മുടി മുറിക്കാനടക്കം ഈ നിറത്തിന്റെ പേരിൽ ആവശ്യപ്പെട്ടു. മകൾ വിരൂപയായി നടക്കണമെന്നായിരുന്നു എക്കാലവും ഈ കുടുംബം വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത് എന്നതാണ് ശൈലജയുടെ മൊഴിയിൽ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഭർത്താവിനും ഭർത്തൃ സഹോദരിക്കും അതുപോലെ തന്നെ ഭർത്താവിന്റെ പിതാവിനുമെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.